സംസ്ഥാനത്ത് സാധാരണക്കാരെ ദുരിതത്തിലാക്കി പിണറായി സർക്കാർ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 7 മാസം പിന്നിടുകയാണ്. കേന്ദ്രം നൽകിയ തുകയിൽ നിന്ന് 2 മാസത്തെ പെൻഷൻ എങ്കിലും നൽകാനാകുമോ എന്ന പരിശോധനയിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. ചന്തു ചന്ദ്രശേഖർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ചന്തു, ഇപ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റിൽ ഏറ്റവും ആദ്യം എടുത്ത് ധനമന്ത്രി നൽകിയ വാഗ്ദാനം മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ ഉടനടി കൊടുത്തു തീർക്കുമെന്നാണ്. എന്തായാലും 7 മാസമാകുന്നു ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട്. നിരന്തരം സർക്കാർ അവകാശപ്പെടുന്നത് ഈ പെട്ടെന്ന് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചത്. അപ്രകാരമാണ്. ചന്തു, ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസം പൂർത്തിയാക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല. കേവലം വാഗ്ദാനങ്ങളിൽ മാത്രം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ നിൽക്കുന്നു. ബഡ്ജറ്റ് അവതരണ വേളയിലും പെട്ടെന്ന് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. നേരത്തെ മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഇവർ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയവരുടെ പ്രതിനിധികൾ മാത്രമാണ്. സർക്കാരിനെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പലരും കിടപ്പ് രോഗികളുണ്ട്. കിടപ്പ് രോഗികൾക്ക് അവരുടെ മരുന്ന് വാങ്ങാൻ കഴിയുന്നില്ല, വീട്ടിൽ അരി വാങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമാകാത്ത സാഹചര്യത്തിൽ പലരും ബുദ്ധിമുട്ടുന്നു. ഇത് സർക്കാരിന് മുന്നിൽ പല ആവർത്തി പറഞ്ഞിട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം ഒക്കെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി എന്ന് ഈ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല. പക്ഷെ ഒരു വശത്ത് ഈ മാനുഷികമായ പരിഗണന പോലും നൽകാതെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തിവെക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കൊടുക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുമ്പോൾ, മറുവശത്ത് വലിയ തരത്തിലുള്ള ധൂർത്ത് സർക്കാർ നടത്തുന്നുമുണ്ട്. നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായ, പബ്ലിസിറ്റിക്ക് മാത്രമായി 10 കോടിയോളം രൂപ സർക്കാർ ഈ ഘട്ടത്തിൽ ഈ ക്ഷേമ പെൻഷൻ 7 മാസം മുടങ്ങി നിൽക്കുന്ന ഘട്ടത്തിലും വിനിയോഗിച്ചിരിക്കുന്നു എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. ഇത് പ്രധാനമായും സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാകുന്നതും ഈ സാഹചര്യത്തിൽ. സർക്കാരിന്റെ ദൂർത്തിന് ഒരു തരത്തിലുള്ള കുറവും, മുഖ്യമന്ത്രി സൂചിപ്പിക്കും പോലെ കാര്യങ്ങൾ നടക്കണ്ടേ എന്ന ചോദ്യം, മുഖ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ എന്ന ചോദ്യം പല ആവർത്തി ചോദിക്കുന്ന മുഖ്യമന്ത്രി, പക്ഷെ ജനക്ഷേമപരമായ പരിപാടികൾക്ക് ഇത്തരത്തിൽ തുക വിനിയോഗിക്കാതെ എന്തുകൊണ്ടാണ് ഈ പ്രചാരണ പരിപാടികൾക്ക്, സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി കോടികൾ മുടക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത്. ഇപ്പോൾ നവകേരള സദസ്സിന്റെ പോസ്റ്ററിന് മാത്രമായി 2,75,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ബ്രോഷർ അടിക്കുന്നതിന് 4,55,00,000 രൂപ, ക്ഷണക്കത്ത് തയ്യാറാക്കുന്നതിന് 1,85,00,000, അങ്ങനെ 9,16,00,000 രൂപ നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായി ചെലവഴിച്ചിട്ടുണ്ട്. കേരളീയം പരിപാടി സംഘടിപ്പിക്കുന്നതിന് 27 കോടി രൂപ ചെലവാക്കിയിരിക്കുന്നു. നവകേരള സദസ്സിന്റെ ആദ്യഘട്ട പരിപാടികൾക്കൊക്കെയായി ഒരു 17 ലക്ഷം രൂപ ചെലവാക്കി. കൂടാതെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അവരുടെ കാലാവധി നീട്ടി നൽകാൻ 80 ലക്ഷം രൂപ ഇത്തരത്തിൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ചെലവാക്കി. ഈ കഴിഞ്ഞ ദിവസവും ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. മന്ത്രിമന്ദിരങ്ങളും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസും അടക്കം നവീകരിക്കുക. മരപ്പട്ടിയുടെ ശല്യം കാരണം വലിയ പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് നവീകരിക്കുക, അതിനുവേണ്ടി തുക അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ ദൂർത്ത് ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷേമ പെൻഷൻ 7 മാസമായി സംസ്ഥാനത്ത് ലഭിക്കാതിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ വിതരണം മുടങ്ങിയിരിക്കുന്നു. പലരും അരി വാങ്ങുന്നതിന് വരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം, മരുന്ന് വാങ്ങുന്നതിന് ബുദ്ധിമുട്ടുന്ന സാഹചര്യം. നിരവധി വാർത്തകൾ, മറിയക്കുട്ടിയായിരുന്നാലും പൊന്നമ്മ, പ്രതിഷേധം കഴിഞ്ഞ ദിവസം റോഡിൽ ഇടുക്കിയിൽ പ്രതിഷേധിച്ച പൊന്നമ്മയായിരുന്നാലും, ഇത്തരം ഈ ക്ഷേമ പെൻഷൻ മുടങ്ങി നിൽക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അവരുടെ ഒരു പ്രതിനിധികളായി പലരും രംഗത്ത് വന്നിരുന്നു. പക്ഷെ സർക്കാർ ഇതുവരെ മിണ്ടാട്ടമില്ലാതെ തുടരുന്നു. അതേസമയം ധൂർത്തിന് ഒരു കുറവുമില്ലാതെ സർക്കാർ മുന്നോട്ട് പോകുകയുമാണ്. ചന്തു, ഈ ഇടതുമുന്നണി സർക്കാർ പ്രകടന പത്രികയിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് 2 പ്രാവശ്യവും അധികാരത്തിലേറിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും അപ്രകാരമായിരുന്നു, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും അപ്രകാരമായിരുന്നു. ഈ പ്രധാനമായും പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ ഈ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുന്നിട്ട് നിന്നു. 2,500 രൂപയാക്കും ഈ ക്ഷേമ പെൻഷൻ എന്നാണ് അന്ന് വലിയ വാഗ്ദാനമായി പ്രകടന പത്രികയിൽ നൽകിയിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലായിരുന്നു തോന്നുന്നു 100 രൂപ കൂട്ടി ഈ ക്ഷേമ പെൻഷൻ 1,600 ആക്കിയത്. അതുപോലും നേരെ കൊടുക്കാനാവാത്ത ഒരു സാഹചര്യവുമാണ്. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ എപ്രകാരമായിരിക്കും ഈ സാധാരണക്കാരോട് സർക്കാർ ഈ കാര്യത്തിൽ വിശദീകരണം നൽകാൻ പോവുക?
തീർച്ചയായിട്ടും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്നായിരിക്കും സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമല്ലാത്ത. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് കൊടുക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുന്നു. ഈ ബഡ്ജറ്റിൽ കൂടുതൽ തുക ഉയർത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. 2500 രൂപ എന്ന് കൊടുക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴുള്ള 2 മാസത്തെ കുടിശ്ശികയെങ്കിലും തീർത്തു നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കട്ടെ എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായി ഈ തുക എത്തുന്നില്ല. അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും. കാരണം ഈ ക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രഖ്യാപിത താല്പര്യത്തോടുകൂടി പ്രഖ്യാപിതമായി തന്നെ പ്രകടന പത്രികയിൽ ഇറക്കി ജനങ്ങളുടെ വോട്ട് സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിവില്ലാതെ നിൽക്കുന്ന അവസ്ഥ, ഇത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകും. നേരത്തെ ഇതിന് പ്രധാനമായി നേരത്തെ 600 രൂപയായിരുന്ന UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന അവകാശവാദം LDF ഉന്നയിക്കുന്നുവെങ്കിലും ക്ഷേമ പെൻഷൻ 7 മാസമായി മുടങ്ങി നിൽക്കുന്നവരുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. എന്ന് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയും? പലരും ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിലൂടെ മാത്രമാണ് അവരുടെ മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിപ്പോകുന്ന വയോധികരായ ജനങ്ങൾ കൂടുതലും സർക്കാരിന്റെ ഈ ക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്നു. പക്ഷേ സർക്കാർ ഇതുവരെ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു വശത്ത് ക്ഷേമ പെൻഷൻ ഇത്രത്തോളം 7 മാസത്തോളം മുടങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും അതിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാതെ അതിൽ 1 മാസത്തെ പെൻഷനെങ്കിലും കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം സർക്കാർ കാണിക്കാതെ ഇത്തരത്തിൽ ദൂർത്ത് തുടരുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത്. ശരി, ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്.